ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് മുഖ്യ അപ്ഡേറ്റ്സ് ആണ്. അങ്ങനെ ഫൈനലി നമ്മുടെ പ്രതീക്ഷയ്ക്കൊപ്പമുള്ള ഒരു അപ്ഡേറ്റ് തയ്യാറാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിന് മുൻപ് നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഗില്ലി ചിത്രം റിലീസ് ചെയ്ത് 35 കോടി കളക്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞാണ്. ഇനി വിജയുടെ 2 പടങ്ങൾ കൂടി റിലീസ് ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നു. ഒന്ന് തുള്ളാത്ത മനവും തുള്ളും. ഇത് എല്ലാവരുടെയും വിജയ് ഫേവറേറ്റ് മൂവി ആയിരിക്കും. റിലീസ് ചെയ്തത് നല്ല കാര്യം തന്നെയാകും. എന്നാൽ ടോപ്പ് റിലീസ് ചെയ്യുന്ന അതേ നേരത്തെ തന്നെ വിജയുടെ KTR വേസ്റ്റ് പടമായ വില്യം റിലീസ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ടെന്ന് അപ്ഡേറ്റ് ഒക്കെ പറയപ്പെടുന്നുണ്ട്. നീ എന്തോ ഇനി സെപ്റ്റംബർ വരുന്നത് വരെ റിലീസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകട്ടെ. അപ്പോൾ ഗോട്ട് മൂവിയിലൊരു സീനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. 1 vs 16 ബൈക്ക് ചേസിങ് സീൻ എന്നത് ഗോട്ട് പടത്തിൽ കാണാൻ പറ്റുമത്രേ. 60 പേരെങ്കിലും ബൈക്ക് ചേസ് ചെയ്ത് ഓരോ ഭാഗത്തു നിന്നും വന്നുകൊണ്ടേയിരിക്കും. എത്ര പേരും അത്രയും വന്നുകൊണ്ടിരിക്കും. അത് വളരെ ത്രില്ലിംഗ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സീനാണ് എന്നും പടം റിലീസ് കഴിഞ്ഞാൽ ആ സീനെ പറ്റിയും കൂടി ചർച്ച വരിക എന്നും പറയപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹോളിവുഡ് മെറ്റീരിയൽ അത്രയേ ഉള്ളൂ. ഈ പടത്തേക്ക് വാരിസായിട്ടൊന്നും ആരും നോക്കരുത്. ഇതിൽ ഒരുപാട് ക്വാളിറ്റി ഐറ്റംസ് ഉണ്ടാകും. അടുത്തത് ഗോട്ടിൻ്റെ ഗ്ലിംസ് റിലീസ് ചെയ്ത കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചു. കാരണം ടു എയർലി എന്ന് വെങ്കട്രാവ് ഇട്ട പോസ്റ്റ് വെങ്കട്രാവിനെ ക്വൈറ്റ് ചെയ്തിട്ട് ഒരു സിഗ്നൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം ജൂൺ മാസം ദളപതി വിജയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഗോട്ട് മൂവിയുടെ ഗ്ലിംസ് അല്ലെങ്കിൽ ടീസർ എന്നത് ഏകദേശമൊക്കെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഒരു ഗ്ലിംസൊക്കെ വരട്ടെ, അപ്പം അറിയാം നമ്മുടെ ഗോട്ട് മൂവിയുടെ യഥാർത്ഥ ഹൈപ്പ്. അത് നല്ലതും കൂടിയാണെങ്കിൽ ഹൈപ്പൊക്കെ അടിച്ച് മേലോട്ട് കയറും. ഇപ്പോൾ തീരെ ഹൈപ്പില്ലെങ്കിലും അപ്ഡേറ്റ്സ് നല്ല അപ്ഡേറ്റ്സൊക്കെ വരട്ടെ, ഹൈപ്പ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അഭിപ്രായ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഷെയർ ബട്ടൺ തട്ടി വിടുക. പിന്നെ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ തട്ടി വിട്ടാൽ കൊള്ളായിരുന്നു. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.